ഒരുപാട് എന്താ പറയുക ഇൻഫർമേഷൻ കൊണ്ടുവന്നിട്ട് എല്ലാവരും കൺഫ്യൂസ്ഡാണ്. അതായത് ഏതെങ്കിലും ഒരു വീഡിയോ കണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിയെ ഫോളോ ചെയ്ത് വരുമ്പോഴായിരിക്കും വേറൊരു വ്യക്തി വേറൊരു ഐഡിയ ആയിട്ട് വരുന്നത്. അപ്പോൾ ആ പടെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ എന്തായാലും ഇതൊക്കെ പറഞ്ഞാലും നമുക്ക് കുറച്ച് പൂർവികരുണ്ടായിരുന്നു, നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ എൽഡേഴ്സ് ഉണ്ടായിരുന്നു. അവരും അവരുടെ വെൽത്ത് നന്നായിട്ട് മാനേജ് ചെയ്തുകൊണ്ടാണ് അവർക്ക് നല്ലൊരു ഭേദപ്പെട്ട ഒരു പ്രോസ്പെറിറ്റി ഉള്ള ഒരു ലൈഫ് നമുക്ക് ആക്ച്വലി ഉണ്ടാക്കാൻ അവർക്ക് പറ്റിയത്. അപ്പോൾ ഈ എന്താ പറയുക ഇൻഫ്ലുവൻസേഴ്സോ അല്ലെങ്കിൽ ഈ അഡ്വൈസ് ഇല്ലെങ്കിലും ഒരു കോമൺ സെൻസിൽ നമുക്ക് വെൽത്ത് മാനേജ് ചെയ്തൂടെ? ശരി. സൂരജ് പറഞ്ഞതിലൊരു കണ്ടന്റ് ഇപ്പം നമ്മുടെ യൂട്യൂബ് വീഡിയോയിലോ അല്ലെങ്കിൽ ഒത്തിരി സോഷ്യൽ മീഡിയ നവമാധ്യമത്തിലൊക്കെ ഒത്തിരി സ്പൈസി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. പെട്ടെന്ന് നമ്മൾ അട്രാക്ട് ചെയ്യപ്പെടുന്നത് അവിടെയാണ്. പൊതുവെ കേരളൈറ്റ്സ് മലയാളീസിന് പറ്റുന്ന അബദ്ധങ്ങൾ നമ്മൾ കാണുന്ന ഒത്തിരി ന്യൂസുകളും പെട്ടെന്നൊരു എടുത്തുചാടിയ ഒരു തീരുമാനം, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് വളരെ പരിചയമുള്ള ഒരു മുഖത്തിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ്. അപ്പോൾ കൂടുതൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കുറച്ച് അതിനായിട്ടൊരു ഹോംവർക്ക് ചെയ്യുന്നില്ല, ചെയ്യാതെ പെട്ടെന്നുള്ള ഒരു ഡിസിഷനിലാണ്.